സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പഴിചാരുക. കൈയക്ഷരം മോശമായതിന് പേനയെ കുറ്റം പറയുക. മരം വെട്ടറിയാത്തതിന് കോടാലിക്ക് തെറി വിളിക്കുക. ഒരു മാധ്യമ സ്ഥാപനം വാർത്ത കൊടുത്തു, UDF-ഉം SDPI-യും ചേർന്ന് പ്രകടനം നടത്തി. ഒന്നല്ല രണ്ടുപേരെയാണ് തട്ടേണ്ടത്, അതും അതിസമർത്ഥന്മാരായ രണ്ടുപേർ. അങ്ങനെ ഒരു പ്രകടനം നിങ്ങൾ ആരെങ്കിലും കണ്ടോ? അത് അയാളോട് അന്വേഷിക്കാൻ പോവാ. അങ്ങനെ ഒരു പ്രകടനം നടന്നിട്ടില്ല. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അവർ പ്രകടനം നടത്തിയതിന് ഇപ്പം എനിക്കെന്താ ചെയ്യാൻ കഴിയുക? ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, ബോംബെയിൽ നിന്നും പാവനായി വരുത്തുക. ഇനി അത് നിരോധിക്കപ്പെട്ട സംഘടനയാണോ? വെറുതെ അല്ല ആളുകൾ നക്സലൈറ്റ് ആയി പോകുന്നത്. ആണെങ്കിൽ അത് പ്രതിരോധിക്കേണ്ടുന്ന ബാധ്യത എന്റേതാണോ? തന്നോടാ പറഞ്ഞ എന്ത് കുന്തം കൊണ്ടായാലും ഞങ്ങൾക്ക് പ്രശ്നമല്ലെന്ന്. പ്രകടനം നടത്താൻ പാടില്ലാത്തവരാണ് അവരെങ്കിൽ, അങ്ങനൊരു വിചാരം ചോദ്യം ചോദിക്കുന്ന ആളുകൾക്കുണ്ടെങ്കിൽ അത് പ്രതിരോധിക്കേണ്ടുന്ന ബാധ്യത ജില്ലാ പോലീസ് മേധാവിയുടേതാണ്. എന്നെ ജനം തെരഞ്ഞെടുത്തത് ജില്ലാ പോലീസ് മേധാവിയായിട്ടല്ല, പാലക്കാടിന്റെ ജനപ്രതിനിധിയായിട്ടാണ്. ഇനി തെറ്റുപറ്റില്ല. അതെന്റെ ഉത്തരവാദിത്തമല്ല. SDPI-യും UDF-ഉമായിട്ട് ഒരുമിച്ച് പ്രകടനം നടത്തിയിട്ടില്ല. നീ എന്നെ തള്ളി പറയാണല്ലേ? എനിക്ക് മടുത്തടാ, ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ പോവുക. നീ SDPI-യുടെ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനം ഞാൻ കണ്ടല്ലോ. അവര് അങ്ങ് പറയുന്ന കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ പോലും UDF പിന്തുണ ആവശ്യപ്പെട്ടു എന്ന് അവർ പറയുന്നില്ലല്ലോ. പറയുന്നുണ്ടോ? നീ എല്ലാവരും മനസാക്ഷിയില്ലാത്തവരാണ്. BJP-ക്കെതിരായിട്ട് വർഗീയത വരാതിരിക്കാൻ വേണ്ടിയിട്ട് BJP-ക്കാർ പോലും പരിശ്രമിച്ചിട്ടുണ്ട്. ചിലപ്പോ തല്ലുമെന്ന് ഭയന്നായിരിക്കും.